നമസ്കാരം. ഞാൻ ഡോക്ടർ എൽ വനജ, മാവേലി ഹോസ്പിറ്റൽ, അടൂർ. കഴിഞ്ഞ ദിവസം നമ്മൾ അറിയാതെ തന്നെ വലിച്ചെറിയുന്ന കുറച്ച് ഔഷധച്ചെടികളെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതിൻ്റെ ഉപയോഗങ്ങളും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പിഴുതു കളയുന്ന ഒരു ഔഷധമാണ് കുടങ്ങൽ. കുടങ്ങലിന് വളരെയേറെ ഔഷധ ശക്തിയുണ്ട്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന മരുന്നുകളേക്കാൾ വളരെയധികം ഉപയോഗം ഈ വക സസ്യങ്ങൾക്കുണ്ട്. കുടങ്ങൽ നമ്മുടെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധമാണ്. ഇവയൊക്കെ തന്നെ നിത്യേന കഴിക്കുന്നതുകൊണ്ട് രോഗം വരാതിരിക്കാനും വന്ന രോഗങ്ങൾ ഭേദപ്പെടാനും ഒക്കെ സഹായിക്കുന്നതാണ്. ആയുർവേദ വിധിപ്രകാരം കുടങ്ങലിനെ നമ്മൾ രസായന ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് തലച്ചോറിലുള്ള ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഗുണമെല്ലാം കുടങ്ങലിനുണ്ട്. ധാരാളം ഈർപ്പമുള്ള സ്ഥലത്ത് ഇത് താനെ വളരുന്ന ഒരു ഔഷധ സസ്യമാണ്. പടർന്ന് പന്തലിച്ച് വളരുന്ന ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. തോടുകളുടെ കരകളിലും മറ്റും ഇവ ധാരാളമായി കണ്ടുവരുന്നു. ഇതിന്റെ ഇല, വേര്, തണ്ട് എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ഇലകൾ വൃത്താകൃതിയിലിരിക്കുന്നതും അരികുവശം പല്ലുപോലെ ഉള്ളതുമാണ്. ഇത് സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. ഉറക്കത്തിന് ഇത് നല്ലൊരു ഔഷധമാണ്. അപസ്മാര രോഗികളിൽ ഇത് നല്ല പ്രയോജനം ചെയ്യുന്നുണ്ട്. ഇത് രോഗപ്രതിരോധ ശക്തി നൽകുകയും യുവത്വം, ആരോഗ്യം ഇവ വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഇല അരച്ച് വെളിച്ചെണ്ണ കാച്ചി പുരട്ടിയാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ചിരങ്ങു മാതിരിയുള്ള അസുഖങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ നീര് വെണ്ണ ചേർത്ത് നൽകിയാൽ നല്ല ബുദ്ധിശക്തി ഉണ്ടാകും. തൊലിപ്പുറത്ത് വെറുതെ അരച്ച് പുരട്ടിയാലും ചിരങ്ങു മാതിരിയുള്ള രോഗങ്ങൾ നശിക്കുന്നതാണ്. വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ഓർമ്മക്കുറവിനും മറ്റും കുടങ്ങൽ ചതച്ചു പിഴിഞ്ഞെടുത്ത നീരിൽ കുടങ്ങലില തന്നെ കൽക്കമായി കാച്ചിയെടുക്കുന്ന നെയ്യ് രാവിലെയും വൈകിട്ടും കുറേശ്ശെ കൊടുക്കുന്നത് നല്ല പ്രയോജനം കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ 4-5 ഇല ഉണക്കിപ്പൊടിച്ച് പാലിൽ കലക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ പിഴുതു കളയുന്ന ഒരു ഔഷധമാണ് കീഴാനെല്ലി. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും കീഴാനെല്ലിക്കുള്ള ഔഷധ ഗുണങ്ങൾ കുറച്ചൊക്കെ ഇവിടെ പറയുകയാണ്. നമ്മുടെ വീടിന് ചുറ്റും പറമ്പുകളിലും മറ്റുമായി കാണുന്ന ഒരു ചെറിയ സസ്യമാണിത്. ഇതിന്റെ ഇല പുളിയുടേതുപോലെ ചെറുതായുള്ള ഒരിലയായിട്ടാണ് കാണപ്പെടുന്നത്. ഇവയുടെ അടിയിൽ കടുകുമണി പോലെ പച്ച നിറത്തിലുള്ള വിത്തുകൾ ഒട്ടിച്ചതായി കാണാൻ സാധിക്കും. ഇതിന്റെ മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള ഉപയോഗം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന്റെയും എല്ലാ ഭാഗങ്ങളും നമുക്ക് ഔഷധയോഗ്യമാണ്. ഇത് നമുക്ക് സ്ഥിരമായി കഴിക്കാവുന്ന ഒരു ഔഷധമാണ്. ദാഹശമനി മാതിരി വെള്ളം തിളപ്പിച്ച് കുടിക്കാനും പാലിൽ അരച്ച് കലക്കി കുടിക്കാനും മറ്റും ഇത് വളരെ നല്ലതാണ്. ദഹനശക്തി കൂട്ടുവാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി കരളിന്റെ പ്രവർത്തനത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയറിളക്കത്തിനും മറ്റും ഇത് അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് നല്ലതാണ്. രക്തസ്രവണത്തെ നിയന്ത്രണ വിധേയമാക്കാനും ഇത് നല്ലൊരു ഔഷധമാണ്. സ്ഥിരമായി തലയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് താരൻ മാറുകയും മുടി വളരുകയും ചെയ്യുന്നുണ്ട്. ചുമ, ദേഹം മുഴുവനുള്ള നീര് ഇവയിലൊക്കെയും നമ്മൾ കീഴാനെല്ലി ഉപയോഗിക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾ ഇത് അരച്ച് പാലിൽ കലക്കി കുടിക്കാറുണ്ട്. ഇതിന്റെ ഇല പാലിൽ അരച്ച് അരിമ്പാറയ്ക്ക് മുകളിൽ ഇടുന്നത് നല്ലതാണ്. ഇവയൊക്കെ തന്നെയും ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്.